ഹായ് ഓൾ. അപ്പം ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ലൊരു അടിപൊളിയായിട്ട് ഇരിക്കുകയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ആയല്ലേ. ഇന്നലെ മാർക്കറ്റ് ഓപ്പണായി അത്യാവശ്യം നല്ലൊരു പുഷും കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യം പറഞ്ഞു വെച്ച പോലത്തെ ഒരു 3 ടാർഗറ്റൊക്കെ മാർക്കറ്റ് എടുത്തിരുന്നു. ഇപ്പോഴും സ്റ്റിൽ മാർക്കറ്റ് റണ്ണിങ്ങിലാണ്. നമുക്ക് ഇന്നും ഒരു എൻട്രി ഉണ്ട്. നമ്മൾ ആ എൻട്രിയിൽ ഓക്കെ അക്സെപ്റ്റബിൾ ആണ്. ആ എൻട്രിയിൽ റണ്ണിങ്ങിലാണ്. സോ നമ്മളിന്ന് മെയിനായിട്ട് നോക്കാൻ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ സർവീസുകളെ കുറിച്ചൊന്ന് നിങ്ങളോടൊന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഒരു മെയിൻ കാര്യം. കാരണം അക്കൗണ്ട് സർവീസുകളാണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് സർവീസുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഫണ്ടഡ് അക്കൗണ്ട് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്തു തരുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പം ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഒന്നും കൂടി ഒന്ന് ഇൻഫർമേഷനായിട്ട് നിങ്ങളോട് പറയുക എന്നത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫേസ് റിവീലിംഗ് വീഡിയോസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല സബ്സ്ക്രൈബർ കൗണ്ടായി കഴിയുമ്പോൾ നമ്മൾ ചെയ്യും നമ്മുടെ ഫേസ് റിവീലിംഗ് വീഡിയോസ്, അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ മെയിൻലി നമ്മളിപ്പോൾ ഒന്നൊരു എൻട്രി നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എൻട്രി റണ്ണിങ്ങിലാണ്. സ്റ്റിൽ നമുക്ക് ഡീപ്പ് അടിക്കുന്നുള്ളൊരു കൺഫർമേഷൻ നമുക്ക് ഉണ്ട് അവിടെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എൻട്രി ഹോൾഡ് ചെയ്യുന്നത് തന്നെ. അതേപോലെ തന്നെ നിങ്ങൾ ഗോൾഡിൽ ട്രേഡ് എടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യേണ്ട ഒരു ചാർട്ടും കൂടി നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട്. DXY. ഇപ്പം ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ഭൂരിഭാഗം പേർക്ക് അറിയാൻ പറ്റുമല്ലോ എന്താണ് DXY എന്നുള്ളത്. ഡോളറിൻ്റെ ഇൻഡെക്സ് ആണ്. അപ്പം ഈ ഇൻഡെക്സ് നിങ്ങൾ അനലൈസ് ചെയ്യുക. ഈ ഇൻഡെക്സ് അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഗോൾഡിൽ ട്രേഡ് കാര്യങ്ങൾ എടുക്കുന്നവർ ട്രേഡ് യൂസ് ചെയ്യാനായിട്ടൊക്കെ ആയിട്ട്. കണ്ടോ ഇപ്പം നല്ലൊരു വീഴ്ചകൾ വീണുകൊണ്ട് എന്ത് ചെയ്തു, നമുക്ക് ഗോൾഡ് നല്ലൊരു ഹൈയിലേക്ക് പോയി. ഡോളറിൻ്റെ റേറ്റ് കുറയുന്നതോറും ഗോൾഡിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. സേഫസ്റ്റ് അസസ്മെൻ്റ് ആണല്ലേ. നമ്മൾ അതേപോലെ തന്നെയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഇവിടെ ഇങ്ങനെ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം നല്ലൊരു ടാർഗറ്റ് വെച്ച് നമ്മളിവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ആ ലിക്വിഡിറ്റി 2 ലിക്വിഡിറ്റി മാർക്കറ്റ് ഷീപ്പ് ചെയ്തു. ഇവിടെ ഒരു ലിക്വിഡിറ്റി ഈ ഏരിയയിൽ ഇപ്പുറത്ത് കിടപ്പുണ്ട്. നമുക്ക് മാച്ച് ചെയ്തറിയാം. ചാറ്റ് ഭയങ്കര ഷോക്ക് ഇരിക്കും, കാരണം നെറ്റ് എത്ര ഷോക്ക് ഇരിക്കും. കണ്ടത് നമ്മളൊരു ലിക്വിഡിറ്റി സ്വീപ്പിങ് ഇവിടുത്തെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തുകൊണ്ടാണ് റിവേഴ്സൽ വന്നിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഇവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു, അതെടുത്തിട്ടാണ് മാർക്കറ്റ് മേളിലേക്ക് പോകാനായിട്ട് നോക്കുന്നത്. സോ എനിവേ നമുക്ക് മാർക്കറ്റ് എന്തായാലും പുഷപ്പ് തന്നെ ചെയ്തിരിക്കും. കാരണം ഗോൾഡ് ഒരു ഷോർട്ട് ടേം ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. അതായത് ഇന്നലത്തെ ഡെയിലി ഹൈ ലോ സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് കുറച്ച് ബുള്ളിഷ് ആവാൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലത് തിരിച്ച് ബെയറിഷ്നെസ്സിലേക്ക് തന്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു. അത് നിങ്ങൾക്ക് ഇനി നമ്മുടെ സർവീസ് കാര്യങ്ങൾ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓണവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞല്ലേ. അപ്പോൾ സർവീസ് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നല്ലൊരു ഫണ്ടഡ് അക്കൗണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുക, നമ്മുടെ റെഫറൽ വഴിയിട്ടൊക്കെ എടുക്കുക. അതുകൂടാണ്ട് നമ്മുടെ സർവീസുകൾ താല്പര്യപ്പെടുന്നവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ മെയിൽ അയക്കുമ്പോൾ മെയിലിൻ്റെ ഒപ്പം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂടി വെക്കുക. ഭൂരിഭാഗം പേരും മെയിൽ അയക്കുമ്പോൾ മൊബൈൽ നമ്പർ വെക്കാറില്ല. രണ്ടാമത് നമ്മളവർക്ക് തിരിച്ചൊരു മെയിൽ അയച്ചിട്ടാണ് ആ മൊബൈൽ നമ്പർ കാര്യങ്ങൾ അത് റിട്ടേൺ അയക്കുന്നത്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, മെയിൽ അയക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ മൊബൈൽ നമ്പർ അറ്റാച്ച് ചെയ്യുക. നമുക്ക് അത്യാവശ്യം നമുക്ക് എൻക്വയറീസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 10-20 അക്കൗണ്ടുകളോളം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ നമ്മളതിലൊക്കെ ഭയങ്കര ഹാപ്പി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് അക്കൗണ്ട് സർവീസുകൾ കിട്ടാനായിട്ടാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി അക്കൗണ്ട് സർവീസ് കാര്യങ്ങൾ വേണം, നിങ്ങളുടെ ഫണ്ടഡ് അക്കൗണ്ട് പേഴ്സണൽ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതോടെ തന്നെ നമ്മൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങളൊരു ഡിസിപ്ലിൻ ട്രേഡർ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ടായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് സർവീസ് നിങ്ങൾ എടുക്കുമ്പോൾ അക്കൗണ്ട് പാസ്സാക്കി തരിക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ, അതേപോലെ തന്നെ നിങ്ങളൊരു ഡിസിപ്ലിൻ ട്രേഡർ ആവുക എന്ന വേണ്ട കാര്യങ്ങൾക്കുള്ള ബാക്ക് സപ്പോർട്ട് കാര്യങ്ങൾ, നിങ്ങളുടെ മൈൻഡ് സെറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പം അക്കൗണ്ട് സർവീസ് വേണ്ട ആരെങ്കിലുമൊക്കെ ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ മെയിലിലേക്ക് കോൺടാക്ട് ചെയ്തു. നമ്മുടെ റെഫറൽ വഴി അക്കൗണ്ട് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ മെയിലിലേക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഡീറ്റെയിലും വെച്ച് കോൺടാക്ട് ചെയ്തു. നമ്മൾ നിങ്ങൾ തീർച്ചയായിട്ടും വിളിക്കുന്നതായിരിക്കും. വിളിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിക്കും. താല്പര്യമുള്ളവർക്ക് നമ്മുടെ സർവീസ് കാര്യങ്ങൾ കിട്ടും. നമ്മുടെ സർവീസിനെ കുറിച്ചിട്ടൊന്ന് പറയാനായിട്ടാണ്
മെയിനായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് കാരണം ഇപ്പോൾ നമ്മൾ 6 ദിവസത്തോളമായല്ലേ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഓണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ ഇന്നലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇന്നലെ നമുക്കൊരു എൻട്രി കിട്ടിയില്ല. പക്ഷെ നമ്മുടെ പറഞ്ഞു വെച്ച പോലെ നമ്മുടെ ഒരു 3 ടാർഗറ്റ് മാർക്കറ്റ് ഇന്നലെ ഹിറ്റ് ചെയ്തു. കാരണം നമുക്ക് എൻട്രി എടുക്കാനായിട്ട് ആ ഒരു ഏരിയയിൽ നിന്ന് കൺഫർമേഷൻ കിട്ടിയില്ല. പക്ഷേ എന്താണ് നമ്മളൊരു പുൾ ബാക്കിന് വെയിറ്റ് ചെയ്ത് പുൾ ബാക്ക് വന്നില്ല. മാർക്കറ്റ് ചെറിയ ചെറിയ ഏരിയകൾ ടാപ്പ് ചെയ്തുകൊണ്ട് റിവേഴ്സ് പോയി. അപ്പം നമുക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിരുന്നു. ഇപ്പം നമ്മുടെ 3 ലെവൽ ടാർഗറ്റ് നമ്മൾ ടാപ്പ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എൻട്രി ഇന്നിപ്പോൾ എൻട്രി ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് പോവുക എന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ എൻട്രി SL എടുക്കുമോ ടാർഗറ്റ് എടുക്കുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിവേ അക്കൗണ്ട് സർവീസ് വേണ്ടവർ ഇപ്പം തന്നെ കോൺടാക്ട്